ചൈതന്യരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യാരൂപേഷു കൃഷ്ണസ്വരൂപം നമാമി മള്ളിയോർവാഴും തിരുമേനി നാമം. ഓം ശ്രീ അമൃതാനന്ദമയി ദേവ്യൈ നമഃ. ഓം ശ്രീ അമൃതാനന്ദമയി ദേവ്യൈ നമഃ. ഓം ശ്രീ അമൃതാനന്ദമയി ദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ചൈ നമഃ. ലോകഗുരുവായ അമ്മ അമൃതാനന്ദമയി ദേവിയുടെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാഗുരുവിൻ്റെ ദർശനങ്ങളുമായി ബന്ധപ്പെടുവാനും ആ ഗുരുവിനെ മനസ്സിലാക്കിയ ചില ജ്ഞാനികളുടെ അഭിപ്രായങ്ങൾ വിശകലനം ചെയ്യുവാനും ഗുരു കഴിഞ്ഞേ ഈശ്വരനുള്ളൂ എന്ന് വളർന്നു വരുന്ന തലമുറയെ അറിയിക്കുന്ന ഒരു മഹത്തായ ആശയ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഫേസ്ബുക്ക് പേജിൽ ഗുരുദർശനം എന്നൊരു ചടങ്ങ് ആരംഭിച്ചത്. ശ്രീ ഷിർഡി സായി ചരിതം കഴിഞ്ഞ് മള്ളയൂർ തിരുമേനി തൃപ്പാദങ്ങളുടെ ജീവചരിതം കഴിഞ്ഞ് ചിങ്ങമാസം 1-ാം തീയതിയാണ് ലോക ഗുരുവായ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ചരിതം വിശകലനം ചെയ്യാൻ ഒരു ഗുരു നിയോഗമെന്നോണം, ലോക ഗുരു പരമ്പരയുടെ ഒരു അരുളപ്പാടെന്നോണം നമ്മുടെ മനസ്സിൽ തോന്നിയത്. മറ്റ് 2 ഗുരുക്കന്മാരെയും ഇപ്പോഴത്തെ തലമുറയിലെ കൊച്ചുകുട്ടികൾ കണ്ടിട്ടില്ല. പക്ഷെ അമ്മയെ കാണാൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഗുരുവിനുള്ള പ്രാധാന്യം? ഇത് സ്കൂളിൽ പഠിപ്പിക്കില്ല, കോളേജിൽ പഠിപ്പിക്കില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു MLA കേസ് പറയേണ്ടി വന്നു കേരളത്തിൽ. ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പിസ്വാമിയെയും ശങ്കരാചാര്യരെയും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അവരുടെ കാലഘട്ടത്തിൽ കണ്ടവർ എഴുതി വെച്ച ചരിത്രങ്ങൾ ലോകത്തിലെ ഭക്തി അന്വേഷിക്കുന്നവർക്ക്, ഈശ്വരനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചൂണ്ടുപലകയായി ഇന്നും നിലകൊള്ളുന്നു. ഗുരുദേവനെ കണ്ട ആളുകൾ, ചട്ടമ്പിസ്വാമിജിയെ കണ്ട ആളുകൾ, ശങ്കരാചാര്യസ്വാമികളെ കണ്ട ആളുകൾ, ശ്രീരാമകൃഷ്ണ പരമഹംസരെ, വിവേകാനന്ദ സ്വാമിയെ, ശാരദാദേവിയെ ഒക്കെ കണ്ട ആളുകൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കാണില്ലേ? എന്തൊക്കെയായിരുന്നു അവരിൽ നിന്നുള്ള അനുഭവങ്ങളെന്ന് ചോദിക്കില്ലേ? നമ്മൾ അമ്മയിലൂടെ, അമ്മയുടെ ശിഷ്യന്മാരിലൂടെ, അമ്മയുടെ ഗൃഹസ്ഥ ശിഷ്യന്മാരിലൂടെ അതറിയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഗുരു ഉണ്ടല്ലോ നമ്മോടൊപ്പം എന്നുള്ള ഒരു വലിയ ആത്മാഭിമാനം, ഒരാത്മവിശ്വാസം നമ്മളെ ഭരിക്കുന്നു. അനേകം തവണ അമ്മയെ കാണുവാനുള്ള സൗഭാഗ്യം ഈ ഉള്ളവനുണ്ടായിട്ടുണ്ട്. ചിന്തിക്കുന്നത് അമ്മ മനസ്സിലാക്കുന്നു, അറിയുന്നു. അമ്മയുടെ അനുഗ്രഹം നമുക്ക് ലഭ്യമാകുന്നു. അത് വലിയ സത്യമായി മനസ്സിൽ സൂക്ഷിക്കുന്നു. ഗുരു ഇല്ലാത്ത ഒരാൾ ഈശ്വര സന്നിധിയിൽ ചെന്നാൽ ഒരു നിശ്ചിത യോഗ്യതയില്ലാത്ത ഒരാൾ ജോലിക്ക് ചെല്ലുന്ന പോലെയാണ്. കാരണം നമ്മുടെ ഈശ്വരന്മാർക്കെല്ലാം ഗുരു ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ 32 ദിവസം ശ്രീരാമചരിതം കേട്ടതാണ്, രാമായണം. കുലഗുരുവായ വസിഷ്ഠനും ശിക്ഷാഗുരുവായ വിശ്വാമിത്രനും രാവണനെ കൊല്ലാൻ മന്ത്രോപദേശം കൊടുക്കുന്ന അഗസ്ത്യമുനിയും ശ്രീരാമചന്ദ്ര ഭഗവാനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന രാമായണം ഒരു പ്രാവശ്യം കേട്ട ഒരാളിനറിഞ്ഞുകൂടെ?
ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതം ഭാഗവതം നമ്മൾ കേൾക്കുമ്പോൾ അനേകം തവണ കേട്ടിട്ടുള്ളതാണ്. പേരിട്ട ഗർഗമുനിയും വിദ്യ പറഞ്ഞു കൊടുത്ത സാന്ദീപനി ഗുരുനാഥനും ശ്രീകൃഷ്ണ ഭഗവാനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ആ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടില്ല. മാതാ പിതാ ഗുരു ദൈവം എന്ന മഹാസങ്കല്പം ഭാരതത്തിന്റെ സമ്പത്തല്ലേ. അമ്മയെ നോക്കാതെ, അച്ഛനെ നോക്കാതെ, ഗുരു ഇല്ലാതെ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ LPS UPS ഹൈസ്കൂളും കഴിയാത്ത ഒരു വിദ്യാർത്ഥി +2 അഡ്മിഷൻ ചെല്ലുന്ന പോലെയാണ്. ഗുശബ്ദം അന്ധകാരം താൻ രൂതാൻ നിരോധകം, ഇരുട്ട് നീക്കിയിടുകയാൽ ഗുരു എന്നരുളുന്നിതേ. സ്വന്തം ഗുരുനാഥന് തൻ്റെ വലത് കൈയിലെ പെരുവിരലാണ് ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ അത് സമർപ്പിച്ച ഏകലവ്യൻ. ഗുരുക്കന്മാരെ കണ്ട ആയുധം നിലത്ത് വെച്ച അർജുനൻ. തൻ്റെ ഗുരുനാഥന്റെ ഉറക്കത്തിന് ഭംഗം വരുമെന്ന് കരുതി ദേവേന്ദ്രനാകുന്ന വണ്ടിന്റെ ആക്രമണത്തെ കടിച്ചുപടിച്ച് സഹിച്ചിരുന്ന തുടകളിൽ കൂടി രക്തമൊലിപ്പിച്ച കർണൻ. ഗുരുനാഥന്റെ പാദങ്ങൾ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് പാദപൂജ ചെയ്ത പരശുരാമൻ. ഇവരൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കാലഘട്ടത്തിൻ്റെ ഒരു കുറവെന്നോണം കുറേ വിദ്യാഭ്യാസവും കുറേ സമ്പത്തും കുറേ സൗഭാഗ്യവും ഉണ്ടെങ്കിൽ എനിക്ക് അമ്മയും വേണ്ട, അച്ഛനും വേണ്ട, ഗുരുവും വേണ്ട, ഈശ്വരനും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. ആ കാലഘട്ടത്തിൻ്റെ വൈശിഷ്ട്യം, സാലോക്യം, ആ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിരിക്കുക, സാമീപ്യം, ക്രമേണ ആ രൂപമായി മനസ്സിലും കണ്ണിലും നിറഞ്ഞു നിൽക്കുക, സാരൂപ്യം, ക്രമേണ ഈശ്വര അനുഗ്രഹം, ഗുരു കടാക്ഷം നേടുക, സായുജ്യം, മോക്ഷം. ഇതൊരു പച്ചയായ ജീവിതത്തിൻ്റെ സയൻസ് അല്ലേ. അത് ക്രൈസ്തവർക്ക് പള്ളിയിൽ പറഞ്ഞു കൊടുക്കാൻ പള്ളിയിലെ ഉത്തരവാദിത്തപ്പെട്ട മതപഠനം നടത്തിയ പള്ളിയിലെ അച്ഛനുണ്ട്, വികാരിയുണ്ട്. അത് മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മതപഠനം നടത്തിയ മുസൽമാൻ പുരോഹിതനുണ്ട്. നമുക്കിതാര് പറഞ്ഞു തരും? നമ്മുടെ കുട്ടികൾ കേട്ട് വളരുന്നതെല്ലാം ഇതിനെതിരെയുള്ള കാര്യങ്ങളാണ്. അവർക്ക് അതിന് മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് അത് പരിഹരിക്കണം. നമ്മളുടെ കുലങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഗുരുത്വമുള്ള ഒരു തലമുറ വളരണം. ആ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ വൈശിഷ്ട്യത്തെ അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം ഒരു രക്ഷാകർത്താവിനുണ്ട്. കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ മാത്രം വിട്ടാൽ പോരാ. ഈ ആധ്യാത്മിക കാര്യങ്ങൾ കൂടി അറിഞ്ഞാലേ ജീവിതമാകുന്ന നാണയത്തിൻ്റെ 2 വശങ്ങളും തിളങ്ങും. ഒരു കൈ മാത്രം വളർന്നാൽ അംഗവൈകല്യമാണ്, ഒരു കണ്ണ് മാത്രം വളർന്നാൽ അംഗവൈകല്യമാണ്, ഒരു കാല് മാത്രം വളർന്നാൽ അംഗവൈകല്യമാണ്, മൂക്കിൻ്റെ ഒരു ദ്വാരം മാത്രം വികസിച്ചാൽ അംഗവൈകല്യമാണ്. ഭൗതികമായ അനേകം നേട്ടങ്ങൾ കൈവരിച്ചു നമ്മൾ. ആധ്യാത്മികമായി അതുപോലെ ആവശ്യം തിളങ്ങിയില്ലെങ്കിൽ അത് അംഗവൈകല്യം എന്ന ജീവിതമാണ് പ്രിയപ്പെട്ടവർ. അതിനിന്ന് ഏതു കാര്യത്തിനും സംശയം ചോദിക്കാൻ, ആധ്യാത്മിക കാര്യങ്ങൾ അന്വേഷിക്കാൻ അമ്മ അമൃതാനന്ദമയി ദേവിയെ പോലെ ഒരു ഗുരു കേരളത്തിലുണ്ട്. വിദേശത്ത് ചെന്നാൽ അമ്മയെ ഇങ്ങോട്ട് അയക്കുന്നില്ല, അവർക്ക് കാണണം, കേൾക്കണം. ഇത് ഉപയോഗപ്പെടുത്താൻ അടുത്ത തലമുറയിലെ ഒരു കുട്ടിക്കെങ്കിലും ഒരു ഗ്രാമത്തിൽ സാധിച്ചാൽ, ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂട്ടുകാരനാകാൻ സുദാമാവിന് സാധിച്ചതുകൊണ്ട് ആ ഗ്രാമത്തിലാകെ ഐശ്വര്യം വന്നതുപോലെ ആ ഗുരുത്വമുള്ള കുഞ്ഞിലൂടെ ആ നാട്ടിൽ സംസ്കാരവും ആധ്യാത്മിക വിഭവങ്ങളും വളരും. അമ്മയുടെ സന്ദേശത്തോടെ ഇന്നത്തെ ചരിത്രം നമുക്ക് ആരംഭിക്കാം. മക്കളെ, ഭാരതത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആഗോളവൽക്കരണം വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. തലമുറകളായി ആചരിച്ചു പോന്ന ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഇതിൻ്റെ സ്വാധീനം വളരെയധികം കാണാം. ഉദാഹരണത്തിന് നമ്മൾ പരമ്പരാഗതമായി ജന്മദിനം ആഘോഷിക്കുന്ന ഒരു രീതിയുണ്ട്. ജനന തീയതിക്ക് പകരം ജന്മനക്ഷത്രം വരുന്ന ദിവസമാണ് ജന്മദിനമായി ആഘോഷിക്കുന്നത്. അന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് അച്ഛനമ്മമാരുടെ പാദം തൊട്ട് വന്ദിക്കും, ക്ഷേത്ര ദർശനം നടത്തും, പൂജാതി കർമ്മങ്ങൾ ചെയ്യും, വീട്ടിൽ ഏതെങ്കിലും ഒരു പുരാണ ഗ്രന്ഥം വായിക്കും. ഉച്ചയ്ക്ക് വാഴയിലയിൽ വിഭവങ്ങൾ വിളമ്പി നിലത്തിരുന്ന കുടുംബാംഗങ്ങൾ ഒന്നിച്ച് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കും. ജന്മദിനക്കാരൻ്റെ പുതുവസ്ത്രങ്ങളും മറ്റും സമ്മാനമായി നൽകും. എന്നാൽ ഇന്ന് ആ സമ്പ്രദായം തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. അമ്മ എഴുതുകയാണ്, പകരം പാശ്ചാത്യരെ അനുകരിച്ചുള്ള ജന്മദിന ആഘോഷങ്ങൾ വീടുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. മാത്രമല്ല, ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഭക്ഷണം ഏതെങ്കിലും 5 നക്ഷത്ര ഹോട്ടലിലോ മറ്റോ ആയിരിക്കും.
ജന്മദിന ആഘോഷം ഇന്ന് ബർത്ത്ഡേ പാർട്ടിയായി മാറിയിരിക്കുന്നു. പ്രാർത്ഥനയുടെ സ്ഥാനത്ത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന കടമെടുത്ത ആശംസാ ഗാനം മാത്രമായി. അമ്മ പറയുകയാണ്, അമ്മ ഒരു സംഭവം ഓർക്കുന്നു. കഴിഞ്ഞ വർഷം ഉത്തരഭാരത യാത്രാവേളയിൽ അമ്മ ഒരു വീട്ടിൽ പോയി. ശ്രദ്ധിച്ച് കേൾക്കണം. പൂജയെല്ലാം കഴിഞ്ഞ് അമ്മ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി ഗ്രഹനാഥന്റെ മടിയിൽ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോളാണ്, നാളെ ഇവളുടെ ജന്മദിനമാണ്, 5 വയസ്സ് തികയും. അച്ഛൻ മകളോട് ചോദിച്ചു, മോൾക്ക് എന്ത് കളിപ്പാട്ടമാണ് ജന്മദിന സമ്മാനമായി അച്ഛൻ വാങ്ങിത്തരേണ്ടത്? ഒട്ടും മടിക്കാതെ കുട്ടി പറഞ്ഞു, പപ്പ, എനിക്ക് പാവയും കളിപ്പാട്ടം ഒന്നും വേണ്ട, അതൊക്കെ ബോറാണ്, എനിക്കൊരു ഐപാഡ് വാങ്ങി തന്നാൽ മതി. ഐപാഡ് എന്ന നേരെ ചൊവ്വേ പറയാൻ തന്നെ ആ കുഞ്ഞിന് അറിയില്ല. അമ്മ എഴുതുകയാണ്, ഐപാഡ് എന്ന നേരെ ചൊവ്വേ പറയാൻ തന്നെ ആ കുഞ്ഞിന് അറിയില്ല. കുട്ടിയുടെ മുഖത്തടിച്ചതുപോലുള്ള മറുപടി കേട്ട് അച്ഛൻ വല്ലാതായി. അമ്മയുടെയും മറ്റ് അനവധി പേരുടെയും മുൻപിൽ വെച്ചാണല്ലോ കുട്ടി ഇത് ഉറക്കെ പറഞ്ഞത്. ചമ്മൽ മറയ്ക്കാനായി അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, ഭയങ്കര ബുദ്ധിയാണ്, മിടുക്കി. കുട്ടി പിന്നെയും എന്തെങ്കിലും വിളിച്ചു പറയുമെന്ന് പേടിച്ച് അച്ഛൻ മകളെ വേഗം മടിയിൽ നിന്ന് നിലത്തിറക്കി പറഞ്ഞു, മോൾ അപ്പുറത്ത് പോയി കളിച്ചോ കേട്ടോ. ആഗോളവൽക്കരണത്തിന് നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട്. ആയിരക്കണക്കിന് വംശങ്ങളുടെയും വിവിധ മതങ്ങളുടെയും അതിപുരാതനമായ സംസ്കാരത്തെയും അത് ജനങ്ങൾക്ക് പകർന്നു നൽകിയിരുന്ന മൂല്യങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏത് രാജ്യമായാലും പുരാതനമായ അവിടുത്തെ സംസ്കാരത്തിൻ്റെ അടിത്തറയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വികസനമാണ് ആ സമൂഹത്തിൻ്റെ താളാത്മകതയുടെയും ഐക്യത്തിൻ്റെയും പരമപ്രധാനമായ ഘടകം. അമ്മ എഴുതുകയാണ്, ഓർക്കണം, നമുക്കിതാര് പറഞ്ഞു തരും? പൊതുവായി ഏത് രാജ്യമായാലും പുരാതനമായ അവിടുത്തെ സംസ്കാരത്തിൻ്റെ അടിത്തറയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വികസനമാണ് ആ സമൂഹത്തിൻ്റെ താളാത്മകതയുടെയും ഐക്യത്തിൻ്റെയും പരമപ്രധാനമായ ഘടകം. പ്രത്യേകിച്ച് വൈവിധ്യമാർന്ന സമ്പ്രദായങ്ങളുള്ള ഒരു സമൂഹത്തിൻ്റെ കാര്യത്തിൽ ശാശ്വതമായ ശാന്തിയും വിജയവും നിലനിർത്താൻ ജനങ്ങൾ തലമുറകളായി പാലിച്ചു പോന്ന സംസ്കാരത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള വളർച്ചയും വികാസവും നടപ്പാക്കാൻ കഴിയണം. പഴമയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള പുതുമ താൽക്കാലിക സുഖവും സമ്പൽ സമൃദ്ധിയും കൈവരിക്കാൻ സഹായിക്കുമെങ്കിലും അത് സ്ഥിരമായി നിലനിൽക്കില്ലെന്നുള്ള സത്യം ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന വൈവിധ്യങ്ങളെ മറയ്ക്കാനോ ഒളിപ്പിക്കാനോ കഴിയില്ല. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് ആദര മനോഭാവം വളർത്തേണ്ടതാണ്. അതോടൊപ്പം മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള തികഞ്ഞ ബോധവും വേണം. അപ്പോൾ മാത്രമേ ശാന്തിയും താളാത്മകതയും കൈവരിക്കാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ വൈവിധ്യത്തിൽ ആണ്ട ഒരു നാടാണ് നമ്മുടേതെന്ന് നമുക്കെല്ലാം അറിയാം. അവിടെ അമ്മ എഴുതുകയാണ്, യഥാർത്ഥത്തിൽ വൈവിധ്യതയിലാണ് സൗന്ദര്യം. ഒരേ തരം പൂക്കളും വൃക്ഷങ്ങളും ചെടികളും പക്ഷി മൃഗാദികളും ഭൂപ്രകൃതിയുമുള്ള ഒരു ലോകം ഭാവനയിലൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെയായിരുന്നെങ്കിൽ മനുഷ്യന് വിരസത മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. പല വർണ്ണത്തിലും ഗന്ധത്തിലുമുള്ള പുഷ്പങ്ങളും പല തരത്തിലുള്ള വൃക്ഷങ്ങളും നദികളും മലകളും താഴ്വരകളും സമനിരപ്പുകളും ഉള്ളതുകൊണ്ടാണ് ഈ ഭൂമി ഇത്രയും സുന്ദരമായത്. ഭൂമിയെ സുന്ദരമാക്കുന്നത് ഇവിടുത്തെ വൈവിധ്യമാണ്. അത് അംഗീകരിക്കുകയും എല്ലാത്തിനെയും ആദരവോടെ സമീപിക്കുകയും ചെയ്താൽ ജീവിതവും സുന്ദരമാകും. അതാണ് അമ്മയുടെ സന്ദേശം. നമുക്ക് അമ്മയുടെ പ്രധാന ശിഷ്യൻ അമൃതാനന്ദമയി മഠത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജിയുടെ ഒരു ലേഖനത്തിലേക്ക് കടക്കാം. പരിപൂർണതയുടെ പൊരുൾ എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. മനുഷ്യന് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ
ഈശ്വര സാക്ഷാത്കാരമെന്ന പരിപൂർണാവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കും. അതാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ലോകത്തിന് നൽകിയ സന്ദേശം. മൃഗത്തെ പോലെ മരിച്ച് മണ്ണടിയേണ്ടവനല്ല മനുഷ്യൻ. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ആനന്ദ അനുഭൂതിയിൽ ഉന്മത്തരാകേണ്ടവനാണ് എന്ന് അമ്മ നമ്മെ സദാ ഓർമ്മിപ്പിക്കാറുണ്ട്. അമ്മ പറഞ്ഞത് സ്വാമിജി എഴുതിയതാണ്. മൃഗത്തെ പോലെ മരിച്ച് മണ്ണടിയേണ്ടവനല്ല മനുഷ്യൻ. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ആനന്ദ അനുഭൂതിയിൽ ഉന്മത്തനാകേണ്ടവനാണെന്ന് അമ്മ നമ്മെ സദാ ഓർമ്മിപ്പിക്കാറുണ്ട്. എന്താണ് ഈ ആത്മസാക്ഷാത്കാരം? എല്ലാവിധ ബന്ധങ്ങളിൽ നിന്നുമുള്ള മോചനം, എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനം, എല്ലാവിധ പരിമിതികളിൽ നിന്നുമുള്ള മോചനം. വിദേശി പറയുമ്പോൾ ഫ്രീ ഫ്രം ഓൾ ക്ലച്ചസ്. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ മാധുര്യം, ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ സൗന്ദര്യം, ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ മഹത്വം. അത് ഒന്നുകൂടി പറയാം. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ മാധുര്യം, സ്വാമിജി എഴുതുന്നു, ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ സൗന്ദര്യം, ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കുറച്ച് സമയം അമ്മയെ നോക്കിയിരുന്നാൽ മതി. ഒരു വിഗ്രഹത്തിലേക്ക് നോക്കിയിരിക്കണം. ഒരു ശിലയെ ശിവരൂപമാക്കി മാറ്റുന്നത് മനുഷ്യനാണ്, തന്ത്രിയാണ്, മേൽശാന്തിയാണ്, ഭക്തജനങ്ങളാണ്. ആ ശിലയെ സങ്കല്പം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, നോട്ടം കൊണ്ട് ശിവരൂപമാക്കി മാറ്റാമെങ്കിൽ ജീവനോടുകൂടി നമ്മോടൊപ്പം ഇരിക്കുന്ന ഗുരുവിനെ നോക്കിയിരുന്നാൽ മതി. പരമമായ യാഥാർത്ഥ്യമാണ്. വിശേഷേണ ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം. വിഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം വിശേഷേണ ഗ്രഹിക്കുന്നത്. കായംകുളത്തിന് 7 കിലോമീറ്റർ കിഴക്കുള്ള കറ്റാനം പള്ളിക്കൽ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഞാൻ രാത്രിയിൽ വീട്ടിൽ വരുമ്പോൾ 4 സ്ത്രീകൾ എന്നെ നോക്കി എൻ്റെ ബെഡ്റൂമിൽ കട്ടിലിരിക്കുകയാണ്. ആദ്യം ഇരിക്കുന്ന സ്ത്രീയെ കാണുമ്പോൾ വിശേഷേണ ഞാൻ ഗ്രഹിക്കുന്നു, അതെൻ്റെ അമ്മ. രണ്ടാമതിരിക്കുന്ന സ്ത്രീയെ കാണുമ്പോൾ ഞാൻ വിശേഷേണ ഗ്രഹിക്കുന്നു, അതെൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യയേക്കാൾ സൗന്ദര്യമുള്ള സ്ത്രീ ഭാര്യയോട് ചേർന്ന് കട്ടിലിൽ അർദ്ധരാത്രി 12 മണിക്ക് എന്നെ കാത്തിരിക്കുമ്പോൾ ഞാൻ വിശേഷേണ ഗ്രഹിക്കുന്നു, അത് എൻ്റെ സഹോദരി. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ പോലെ കിടന്നവൾ, ഉദരം വയറ് സഹോദരി, ഒരേ വയറ്റിൽ കിടന്നവൾ. അമ്മയുടെ ആശ്രമത്തോട് ചേർന്നുള്ള ദേവീക്ഷേത്രത്തിൽ ഭാഗവതയജ്ഞം നടക്കുമ്പോൾ അമ്മയുടെ ഇളയ സഹോദരി അവിടെ എത്തി. ഞാൻ ചെന്ന് നമസ്കരിച്ചു. അമ്മ തന്നെ ഞങ്ങൾക്ക് സഹോദരി. എന്താ ചൊല്ലി അങ്ങനെ പറഞ്ഞേ? അമ്മ കിടന്ന അതേ വയറ്റിലാണ് ഈ അമ്മയും കിടന്നത്. നിങ്ങളെ രണ്ടുപേരെയും ചുമന്ന അമ്മ, ദമയന്തി അമ്മ, ഇപ്പോഴും ആശ്രമത്തിൽ ജീവിച്ചിരിക്കുന്നു. അമ്മ വരുന്നത് പോലെ ഞങ്ങൾ അമ്മയെ ആദരിക്കും. അത് ആ മണ്ണിൽ അമ്മ പിച്ച വെച്ച ഓടി നടന്ന ക്ഷേത്രത്തിൽ ഇരുന്ന് ഭാഗവതം വായിക്കുമ്പോൾ ഞാൻ മള്ളിയൂർ തിരുമേനി എന്ത് കരുതും? തിരുമേനിയും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും ശങ്കരാചാര്യരും അമ്മയുടെ ചിത്രവും ഒക്കെ ആ വേദിയിലുണ്ട്. ഞാൻ അതെല്ലാം കൊണ്ടു നടക്കാറുണ്ട്. നീ തിയറി പറഞ്ഞല്ലോ, പ്രാക്ടിക്കലായി ചെയ്തില്ലല്ലോ എന്ന് തോന്നും. എഴുന്നേറ്റ് വായിക്കുന്ന ഭാഗം നിർത്തി അമ്മയെ ചെന്ന് നമസ്കരിച്ച് ബാക്കിയുള്ളവരും കൂടി നമസ്കരിക്കാൻ. തിയറിക്ക് പ്രസംഗിക്കുന്നതിന് ചിലവൊന്നുമില്ലല്ലോ. അപ്പൊ തിയറിക്ക് നമുക്കെല്ലാം 100ൽ 100 മാർക്കുണ്ട്. പ്രാക്ടിക്കലിന് 100ൽ 0 തിയറിയുടെ മാർക്കുണ്ട്. എന്ത് പ്രയോജനമാണുള്ളത്? നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. 4ാമതിരിക്കുന്ന സ്ത്രീയെ കാണുമ്പോൾ വിശേഷണം ഞാൻ ഗ്രഹിക്കുന്നു, അതെൻ്റെ മകൾ. 1 അമ്മ, 2 ഭാര്യ, 3 സഹോദരി, 4 മകൾ. വിശേഷണം ഞാൻ ഗ്രഹിച്ചതാണ്. 4ഉം സ്ത്രീകളാണെന്ന് കരുതി എനിക്ക് പെരുമാറാൻ പറ്റില്ല. ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം. അതുകൊണ്ടാണ് പൂർണ്ണാമൃതാനന്ദ പുരി സ്വാമിജി തൃപ്പാദങ്ങൾ എഴുതിയത്, നിങ്ങൾക്ക് ആധ്യാത്മികതയുടെ ഈശ്വര സാക്ഷാത്കാര്യത്തിന്റെ മാധുര്യവും സൗന്ദര്യവും മഹത്വവും അറിയണമെങ്കിൽ കുറച്ച് സമയം അമ്മയെ നോക്കിയിരുന്നാൽ മതി. ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ചെറുപ്പക്കാർ അമ്മയെ പരീക്ഷിക്കാൻ ചെല്ലുകയും അമ്മയിൽ നിന്ന് അനുഭവമുണ്ടായതുകൊണ്ട് അവിടെ നിന്നതാണ്.
അമൃതസ്വരൂപാനന്ദ സ്വാമിജി ആയാലും, പ്രണവസ്വരൂപാനന്ദ സ്വാമിജി ആയാലും, ജ്ഞാനാമൃത സ്വാമി ആയാലും, പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി ആയാലും അവരാരും എന്തെങ്കിലും ഒരു ജീവിത മാർഗത്തിനായി ആശ്രമത്തിൽ ചെന്നതല്ല. എല്ലാ ജീവിത മാർഗങ്ങളുമുള്ള തറവാടുകളിൽ ജനിച്ചവർ ആധ്യാത്മികതയുടെ വിത്ത് അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് പൂർവജന്മ സുഹൃതം കൊണ്ടത് മനസ്സിലാക്കി അറിഞ്ഞ് അനുഭവിക്കാൻ ഒരു മഹാഗുരുവിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ ഗുരുവിൽ അവർ ചിന്തിച്ചത്, അവർ വായിച്ചത്, അവർ അറിഞ്ഞത്, അവർ അനുഭവിച്ചത് കണ്ടപ്പോൾ അവർ അമ്മയുടെ പാദദാസന്മാരായി പാദപൂജ ചെയ്ത അമ്മയെക്കുറിച്ച് മാത്രം പറഞ്ഞ് അമ്മ ഏൽപ്പിക്കുന്ന കർമ്മങ്ങൾ മാത്രം ചിന്തിച്ച് ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശ്വര സാക്ഷാത്കാരത്തിന്റെ സൗന്ദര്യം അതാണ്. ഒരു ഗുരുവിനെ പഠിക്കുക, അറിയുക. അമ്മയുടെ കർമ്മങ്ങളിലുള്ള പരിപൂർണത, അമ്മയുടെ കർമ്മങ്ങളിലുള്ള ആകർഷകത്വം, സ്വാഭാവികത മറ്റെങ്ങും കാണില്ല. ദർശന സമയത്ത് ലോകത്തിലെ മറ്റൊരു അമ്മയ്ക്കും പകരാൻ കഴിയാത്ത മാതൃവാത്സല്യം അമ്മയിൽ നിന്ന് പ്രവഹിക്കുന്നു. ദേവി ഭാവ സമയത്ത് ജഗദീശ്വരിയായ അമ്മയുടെ അനന്തമായ ലീലാവിലാസങ്ങൾക്ക് നാം സാക്ഷികളാകുന്നു. പരമമായ സത്യമാണ് പ്രിയപ്പെട്ടത്. കഴിഞ്ഞ കർക്കിടക മാസത്തിലെ കറുത്ത വാവിന് ഞാനും എൻ്റെ ഭാര്യയും അവിടെ അമ്മയുടെ ആശ്രമത്തിലാണ് ബലിയിട്ടത്. അന്ന് വൈകിട്ട് ചേർത്തലയിൽ ഗണേശ സത്രം തുടങ്ങുകയാണ്. കർക്കിടക മാസത്തിലെ കറുത്ത വാവാണ്. ആ ഗണേശ പുരാണത്തിൻ്റെ പുസ്തകം അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട്, അമ്മേ ഈ യജ്ഞം മംഗളകരമാവണം, ഒരു പ്രാർത്ഥന കൂടി ഉണ്ടമ്മ. എന്താണ് മോനെ? ഈ 5 ദിവസവും മഴ പെയ്യരുത്. അമ്മ ഒന്ന് ചിരിച്ചു. ആ പുസ്തകത്തിൽ ഒന്ന് തൊട്ട് അമ്മ ധ്യാന നിമഗ്നയാവുന്നത് ഞാൻ അടുത്ത് നിന്ന് കാണുകയാണ്. ശരി മോനെ, എല്ലാം മംഗളമാകും. വേഗം അമ്മയുടെ ആശ്രമത്തിൽ നിന്ന് വണ്ടി വിട്ട് ചേർത്തലയിലെത്തി. കർക്കിടക മാസത്തിലെ കറുത്ത വാവ്. ഉച്ചയ്ക്ക് നിന്ന സൂര്യൻ വൈകിട്ട് 5 മണിക്കും നിൽക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ വിനായക അഷ്ടകം ജപിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ യജ്ഞശാലയിലേക്ക് വരുന്നു. കർക്കിടക വാവിന് മഴ പെയ്യാത്ത ഒരു ദിവസമുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ അന്ന് മാത്രം. 5 ദിവസവും മഴ പെയ്തില്ല. 5-ാം ദിവസം വൈകിട്ട് ആ യജ്ഞം സമർപ്പിക്കുമ്പോൾ ഒരു മഴ. ശംഖജലത്തിൽ അതെടുത്ത് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു. ആ ശംഖജലത്തിൽ ആ ജലമെടുത്തു. അമ്മയുടെ കാരുണ്യം, അമൃതവർഷം. എനിക്കതിനപ്പുറത്തൊരു അനുഭവം വേണ്ട. പ്രകൃതിയെ നിയന്ത്രിക്കാൻ ഗുരുക്കന്മാർക്ക് സാധിക്കുമെന്ന് അമ്മ അമൃതാനന്ദമയി ദേവി തൃപ്പാദങ്ങൾ തെളിയിച്ചു തന്ന അസുലഭമായ, അനവദ്യമായ, മനോജ്ഞമായ, മനോഭിരാമമായ ഒരു മുഹൂർത്തമാണ് ഈ ഉള്ളവൻ. ഞാനന്ന് വേദിയിൽ പറഞ്ഞു, ഇതാണ് കാരണം. അമ്മയുടെ ചിത്രം ഇവിടെ ഉണ്ട്. പ്രാർത്ഥിക്കുക. ഈശ്വരീയമായ ഒരു സങ്കല്പത്തിൻ്റെ വൈശിഷ്ട്യം നമുക്ക് അനുഭവവേദ്യമാകും. പ്രിയപ്പെട്ടവരെ, ആ മഹത്വങ്ങൾ പറയണം. അതിനാണ് ഈ ചടങ്ങ്. ഇത് വേറൊന്നും ഉദ്ദേശിച്ചല്ല. ഗുരുവിനെ ഇന്നത്തെ തലമുറ മനസ്സിലാക്കുക. ആ നീ അനുഭവിച്ച സത്യത്തെ ഭഗവാൻ ഉദ്ധവരോട് പറയുകയാണ്, നന്ദിയോടെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കണം. അപ്പോഴാണ് അതിന് പ്രഭാവം വരുന്നത്. എൻ്റെ വിഭൂതികൾ എന്നെ മനസ്സിലാക്കിയത് മറ്റുള്ളവരോട് പറയുമ്പോഴാണ് പ്രപഞ്ചത്തോട് നമ്മൾ ചേരുന്നത്. അതാണ് പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി ഈ പുസ്തകത്തിൽ എഴുതിയത്. സ്വാമിജി പറഞ്ഞതല്ല ഇത് വായിക്കാൻ, ഈ ഉള്ളവൻ തീരുമാനിച്ചതാണ്. നമ്മളൊന്ന് ആലോചിക്കണം. ഈ പുസ്തകം വായിക്കാനേ പറഞ്ഞില്ല, അമ്മയുടെ മഹത്വങ്ങൾ പറഞ്ഞാൽ പോരെ എന്നാണ് പറഞ്ഞത്. അപ്പം അതിന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അനേകം സ്വാമിജിമാരുടെ പുസ്തകങ്ങളുണ്ട്. ഇത് അനവരതം, അനുസ്യൂതം, അവിരാമം 9 മുതൽ 10 വരെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതെന്ന് പൂർത്തീകരിക്കുമെന്ന് നമുക്കറിയില്ല. എന്തിനാണ് പൂർത്തീകരിക്കുന്നത്? ജീവിതം എപ്പോൾ പൂർത്തീകരിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. ഓരോ ദിവസത്തിൽ 1 മണിക്കൂർ ആ ഗുരുവിന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടിയല്ല, ആ ഗുരുവിന് വേണ്ടി, ഗുരുത്വ സംസ്കാരത്തിന് വേണ്ടി നമ്മൾ ആ പാദങ്ങളിൽ മനസ്സുകൊണ്ട് ലയിക്കുകയാണ് പ്രിയപ്പെട്ടവർ. സൂര്യനെ നോക്കി തെറി വിളിച്ചാലും, സൂര്യനെ നോക്കി ഓം സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായതേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായതേ നമ, സ്ഥാവരജംഗമ ആചാര്യായതേ നമോ, ദേവായ വിശ്വേക സാക്ഷണയതേ നമ, സത്വപ്രധാനായ തത്വായതേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ എന്ന് പറഞ്ഞാലും സൂര്യൻ ഒന്നുപോലെയുള്ളൂ. വന്നിച്ചാലും നിന്നിച്ചാലും
സൂര്യൻ എന്താ? സൂര്യന് അമേദ്യത്തിന്റെ മുകളിലും പോയി ആ പ്രകാശം ഇരിക്കും, റോസാ പുഷ്പത്തിന്റെ മുകളിലും പോയിരിക്കും. സൂര്യന് ദുർഗന്ധവുമില്ല, സുഗന്ധവുമില്ല. അമ്മയെ നിന്ദിച്ചാലും വന്ദിച്ചാലും അമ്മയ്ക്കൊന്നുമില്ല. നിന്ദിച്ചവന് നശിക്കാം, വന്ദിച്ചവന് വലുതാകാം. വെള്ളത്തിൽ നിൽക്കുന്ന താമര സൂര്യരശ്മി ഏറ്റ് വിടരും. വെള്ളത്തിൽ നിന്ന് താമര മാറി നിന്നാൽ സൂര്യരശ്മി ഏറ്റ് കരിയും. സൂര്യൻ എന്ത് ചെയ്യാൻ പറ്റും? അതാണമ്മ. സ്ഥാനത്ത് നിൽക്കും പത്മത്തിന് അർക്കഭാഷികൾ ബാന്ധവർ. സ്ഥാനത്ത് നിന്ന് വേർപെട്ടാൽ അവ ശത്രുക്കളായി വരും. വെള്ളത്തിൽ നിന്നാൽ താമരയ്ക്ക് വിരിയാം, മാറി നിന്നാൽ കരിയാം. സൂര്യനൊന്നും ചെയ്യില്ല. അമ്മയെ വന്ദിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും അമ്മയ്ക്ക് ഒരുപോലെയാണ്. വിദേശിയെയും സ്വദേശിയെയും അമ്മയ്ക്ക് ഒരേപോലെയാണ്. ശ്വപജന്യം വരെ അവരീശ്വര വരനും അവൻ ഒക്കുമ ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ എന്ന് ശ്രീരാമചന്ദ്രനെ കുറിച്ച് സീതാദേവിയോട് കുറ്റം പറയുകയാണെങ്കിലും രാവണൻ പറഞ്ഞത് സത്യമാണ്. ചണ്ടാളനും രാവണനും അവൻ ഒരേപോലെയാണ് ദേവി. ശോഭജനും ഒരവനീശ്വര വരനും അവൻ ഒക്കും. ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ. പട്ടിയും പശുവും അവൻ ഒരേപോലെയാണ്. അവനാണോ നിന്റെ ഭർത്താവ് എന്ന് രാവണൻ കുറ്റം പറഞ്ഞ് ചോദിച്ചാണെങ്കിലും ദേവി പറഞ്ഞു, അതാണടാ എൻ്റെ ഭർത്താവിൻ്റെ മഹത്വം. അതുകൊണ്ടാണ് അമ്മ മക്കൾക്ക് വേണ്ടി ഓണത്തിന് തയ്യാറാക്കി വെച്ച ഭക്ഷണം അവർ വരാൻ താമസിച്ചപ്പോൾ ഒരു പട്ടിയും കാക്കയും എടുത്ത് കഴിച്ചപ്പോൾ അവരും മക്കളല്ലേ എന്ന് തോന്നിയത് അമ്മയ്ക്ക് അതുകൊണ്ടാണ്. അപ്പോൾ ഗുരുക്കന്മാരുടെ പരമ്പരയിലെ തിളങ്ങുന്ന കണ്ണിയായി നമുക്ക് അമ്മയെ കാണണമെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ ഈ മഹത്വമുള്ളവരായിരുന്നു. കുളിക്കാൻ ചെമ്പഴന്തിയിലെ കുളത്തിൽ ചെന്നപ്പോൾ 2 എറുമ്പുകൾ കിടക്കുന്നത് കണ്ട ആ എറുമ്പിനെ കയ്യിലെടുത്തു വെച്ച് കുളക്കരയിലുള്ള മരത്തിൽ കൊണ്ടുവിട്ടത് മേപ്പോട്ട് ഇഴഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ എഴുതിയതാണ് അനുകമ്പ ദശകം. ഒരു പീഡ ഒരു എറുമ്പിന് പോലും ഉണ്ടാവരുത്. അമ്മ ജീവജാലങ്ങളോട് അങ്ങനെയാണ്, പക്ഷി മൃഗാദികളോട് അങ്ങനെയാണ്, മനുഷ്യനോട് അങ്ങനെയാണ്. മനുഷ്യന് മാത്രമേ ഉള്ളല്ലോ ഓരോ സമയവും അവൻ്റെ സ്വഭാവം മാറുന്നേ. വേറെ ഒരു ജീവജാലത്തിനും മാറില്ല. അതാണ് എല്ലാ ദേവന്മാരും അവരുടെ കൂടെ വാഹനങ്ങളായും അവരുടെ സുരക്ഷകരായും ഒക്കെ ജന്തുക്കളെ കൊണ്ടുവരുന്നു. ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജന്തുവിനെ പോലെ നന്ദിയില്ലാത്തവനും തിരിച്ചറിവില്ലാത്തവനും വിവേകമില്ലാത്തവനും ഈശ്വരന്റെ സൃഷ്ടിയിൽ വേറെ ഇല്ല പ്രിയപ്പെട്ടവരെ. പശുവിനെയും കാളയെയും പട്ടിയെയും ഈച്ചയും എറുമ്പിനെയും എലിയെയും മയിലിനെയും പാമ്പിനെയും വിശ്വസിക്കാം. മനുഷ്യരെന്ന് പറയുന്നവനെ മാത്രമേ ഉള്ളൂ വിശ്വസിക്കാൻ പറ്റാത്ത. നാരായണന്റെ രൂപം നരന് കൊടുത്ത് നാരായണിയുടെ രൂപം നാരിക്ക് കൊടുത്ത് ഈശ്വരൻ സൃഷ്ടിച്ച തൻ്റെ അതേ രൂപം ഈശ്വരനെയും ഗുരുവിനെയും മാതാവിനെയും പിതാവിനെയും പ്രപഞ്ചത്തെയും വഞ്ചിക്കുന്നവരായി മാറിയതുകൊണ്ടാണ് ലോകമാസകലം ഒരു വായുവിൻ്റെ പിടിയിൽ അമർന്ന് മര്യാദക്കാരായിട്ടിരിക്കുന്നത്. ലോക്ക്ഡൗൺ അല്ല, ലോക്കപ്പിലാക്കിയിരിക്കുന്നു. ഗുരുത്വമില്ലാത്ത ഒരു സമൂഹമാണ് നമ്മൾ. തിളങ്ങി വിളങ്ങി ആ പരമ്പരയിലെ ഒരു മഹത്തായ രത്നനക്ഷത്രമായി ഗുരു നമ്മുടെ മുന്നിൽ ജ്വലിച്ചു നിന്നാലും അവൻ അതിനെ പ്രാപിക്കില്ല, സ്വീകരിക്കില്ല, അംഗീകരിക്കില്ല. അത്ര നന്ദിയില്ലാത്തവനാണ് മനുഷ്യൻ. ആശ്രമത്തിലെ ബ്രഹ്മചാര്യന്മാരെ സംബന്ധിച്ചിടത്തോളം 2 ബിരുദമെങ്കിലും ഇല്ലാത്തവർ അവിടെ ഇല്ല. മലയാളികൾ, വിദേശികൾ അതിനേക്കാൾ കൂടുതലുള്ളവരാണ്. അവരൊക്കെ അവിടെ നിന്നത് അമ്മയിൽ ആ ഗുരു പാരമ്പര്യത്തിൻ്റെ വെളിച്ചം കണ്ടതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ. പിന്നെ ഞാനൊരു 100 പേരെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞു, സുനിലെ, ആ സ്വാമിജി എഴുതിയ പുസ്തകത്തിൽ അമ്മയെക്കുറിച്ച് ആ ചേമ്പ് പുഴുങ്ങി കാത്തിരുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ കണ്ണുനീർ പൊഴിച്ചു. കോട്ടയത്ത് നിന്ന് അമ്മയുടെ ചുമതല വഹിക്കുന്ന പുതുപ്പള്ളിയിലെ ശശി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സുനിലേട്ടാ, ഞാൻ വല്ലാതെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു, ശശി, ഞാനായല്ലോ, പിന്നെയല്ലേ നിങ്ങൾ. നമുക്കങ്ങനെ വേഗം ഇതൊന്നും ബാധിക്കുന്നതല്ല. പക്ഷേ അത് വായിച്ചപ്പോൾ നമുക്കുമുണ്ടായി ഒരു രോമാഞ്ചം, നമുക്കുമുണ്ടായി ഒരു ഗദ്ഗതം. നമ്മുടെ കണ്ണുകളും നിറഞ്ഞു. ഭഗവാൻ ഉദ്ധവരോട് പറയും, അതാണ് ഉദ്ധവരെ ഭക്തിയുടെ ലക്ഷണം. നമ്മൾ പിന്നെ വേറെ ഒരു തപസ്സിനും പോകണ്ട. ഒരു ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കുമ്പോൾ, അവിടെ നിന്ന് ആ അനുഭവം കേൾക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചം ഉണ്ടാകുന്നെങ്കിൽ, നമ്മുടെ കണ്ണുകൾ അറിയാതെ ഒന്ന് നിറയുന്നുവെങ്കിൽ, നമുക്കൊരു ഗദ്ഗതം വരുന്നുവെങ്കിൽ, ഭക്തി അതുതന്നെയാണ്. വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. എത്രയോ സേവന പ്രവർത്തനങ്ങളാണ് അമ്മ ചെയ്യുന്നത്. ഇന്നുച്ചയ്ക്ക് ഞാൻ ചക്കുളത്തായിരുന്നു. സുനിലെ, അത് തുടങ്ങിയത് നന്നായി. ചക്കുളത്തെ തിരുമേനിമാർ പറയുകയാണ്, മണിക്കുട്ടൻ തിരുമേനി പറയാണ്, നന്നായി ജീവിച്ചിരിക്കുന്ന ഒരു ഗുരു. ഞാനും അത് ശ്രദ്ധിക്കുന്നു. അമ്മ വിളിക്കുന്നത് അലറി വിളിക്കുകയല്ലേ. അമ്മ ജഗദമ്പയെ വിളിച്ച് അമ്മയായി. കൃഷ്ണ നമശിവായ എന്ന് വിളിക്കുകയാണ്. ഹൗ യു തിങ്ക് സോ യു ഫോം.
ഋഷീശ്വരന്മാർ പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ നിങ്ങൾ അതായി മാറും. അങ്ങനെ ദേവിയായി മാറിയ മഹാദർശനമാണ് ഈ അടുത്തിരിക്കുന്നത് എന്ന് കോട്ടയത്തെ 1,00,000 പേർ പങ്കെടുത്ത ഒരു ചടങ്ങിൽ 2500 സപ്താഹ യജ്ഞങ്ങൾ 90 ദിവസത്തിനുള്ളിൽ നടത്തിയ ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി തൃപ്പാദങ്ങൾ പറയണമെങ്കിൽ അമ്മ ആ ദേവി തന്നെ. ഇല്ലെങ്കിൽ തിരുമേനി പറയില്ല. ഓട്ടൂർ തിരുമേനി പറഞ്ഞെങ്കിൽ അമ്മ അത് തന്നെ. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ പോരെ. ഈശ്വരീയമായ ആ ദർശനത്തിന്റെ മഹത്വം അറിയാൻ, ആ അമ്മയുടെ മഹത്വം കുറെ പേർ അറിയട്ടെ എന്ന് ചിന്തിച്ച് പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി എഴുതിയ പുസ്തകമാണ് അമ്മ കൂടെയുണ്ട് എന്ന്. അത് അവർക്ക് ബോധ്യപ്പെട്ടതാണ്. സൂര്യൻ എൻ്റെ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്നു, നിങ്ങൾ നോക്കൂ, തൊഴു എന്ന് പറഞ്ഞാൽ ആ സൂര്യനെ നമുക്ക് ലഭിക്കുകയാണ്. അവിടെ നമ്മൾ മറ്റൊരു ചിന്തയ്ക്ക് പോരുത്. അവിടെയാണ് സ്വാമിജി എഴുതിയത് അമ്മയുടെ കർമ്മങ്ങളിലുള്ള പരിപൂർണത, ആകർഷകത്വം, സ്വാഭാവികത മറ്റെങ്ങും കാണില്ല. ദർശന സമയത്ത് ലോകത്തിലെ മറ്റൊരു അമ്മയ്ക്കും പകരാൻ കഴിയാത്ത മാതൃവാത്സല്യം അമ്മയിൽ നിന്ന് പ്രവഹിക്കുന്നു. ദേവി ഭാവ സമയത്ത് ജഗദീശ്വരിയായ അമ്മയുടെ അനന്തമായ ലീലാവിലാസങ്ങൾക്ക് നാം സാക്ഷികളാകുന്നു. ഗുരുഭാവത്തിൽ കർക്കശക്കാരിയായ സദ്ഗുരു രൂപിണിയായിത്തീരുന്നു. അനന്തമായ ദിവ്യഭാവങ്ങൾ അമ്മയിലെ മിന്നി മറയുന്നത് വിസ്മയത്തോടെ മാത്രമേ നോക്കി നിൽക്കാനാവൂ. ഈ വിശ്വം മുഴുവനും അമ്മയിൽ ദർശിക്കുവാനുള്ള ശക്തിയും ആ അമൃത സ്വരൂപിണി നമുക്ക് നൽകുന്നു. യുഗങ്ങളായി യോഗികൾ നേടാൻ കൊതിച്ചത് വളരെ വേഗം ഗോപികൾ നേടിയെടുത്തു എന്നത് സത്യമാണെന്ന് അമ്മയുടെ ഭക്തവൃന്ദങ്ങൾ തെളിയിക്കുന്നു. ആ ഗോപികമാരുടെ അടുത്തേക്ക് ഉദ്ധവർ ചെല്ലുമ്പോൾ ആ ഗോപികമാരെ കണ്ട് ഉദ്ധവർ അത്ഭുതപ്പെട്ടു പോയി. കുളിക്കുമ്പോ കൃഷ്ണ, കളിക്കുമ്പോ കൃഷ്ണ, പാത്രം മെഴുക്കുമ്പോ കൃഷ്ണ, ഭക്ഷണം വിളമ്പുമ്പോ കൃഷ്ണ, ചാണകം വാരുമ്പോ കൃഷ്ണ, പശുവിനെ കറക്കുമ്പോ കൃഷ്ണ, പശുവിനെ കുളിപ്പിക്കുമ്പോ കൃഷ്ണ, തൈര് കടയുമ്പോ കൃഷ്ണ, പാല് വിൽക്കാൻ പോകുമ്പോ കൃഷ്ണ. കൃഷ്ണ എന്ന 2 അക്ഷരമേ അവർക്ക് അറിയാവൂ. മൂന്നാമതൊരു അക്ഷരം അറിയില്ല. നമുക്ക് ബാക്കിയെല്ലാം അറിയാം, ആ 2 അക്ഷരം മാത്രം അറിയില്ല. പിന്നെ ഒരു 3 അക്ഷരവും നമുക്കില്ല, ഗുരുത്വം. പിന്നെ നമ്മൾ എങ്ങനെ നന്നാവും? സ്വാമിജി എഴുതുകയാണ്, യുഗങ്ങളായി യോഗികൾ നേടാൻ കൊതിച്ചത് വളരെ വേഗം ഗോപികൾ നേടിയെടുത്തു എന്നത് സത്യമാണെന്ന് അമ്മയുടെ ഭക്ത വൃന്ദങ്ങൾ തെളിയിക്കുന്നു. ആലോചിച്ച് നോക്കൂ. അമ്മയുടെ അടുത്ത് വരാറുള്ള പല മക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ അമ്മയോട് ചോദിക്കണമെന്ന് കരുതിയാണ് വന്നത്, പക്ഷേ ദർശന സമയത്തെല്ലാം മറന്നുപോയി, പിന്നീടാണ് ഒന്നും ചോദിച്ചില്ലല്ലോ എന്നോർത്തത്. ഹോ, ഇത് പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി അമ്മയെക്കുറിച്ച് എഴുതിയതുപോലെ വേറൊന്ന് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. മഹാകവി, വിശ്വഭാരതി സർവകലാശാലയുടെ ജീവാത്മാവും പരമാത്മാവുമായ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ വന്നു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങളുണ്ട്. ഒറ്റ ചോദ്യം പുറത്തു വന്നില്ല. പക്ഷെ ടാഗോർ എഴുതി. ഈ മഹാഗുരുവിന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഒരു ചോദ്യവും എൻ്റെ കണ്ടത്തിൽ നിന്ന് പുറത്തു വന്നില്ല. പക്ഷേ എന്തെല്ലാം ചോദിക്കാൻ ഉദ്ദേശിച്ചുവോ അതിൻ്റെ മറുപടി എല്ലാം എനിക്ക് കിട്ടി. ഇവിടെ അതേ കാര്യമല്ലേ പല മക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ അമ്മയോട് ചോദിക്കണമെന്ന് കരുതിയാണ് വന്നത്, പക്ഷേ ദർശന സമയത്തെല്ലാം മറന്നുപോയി, പിന്നീടാണ് ഒന്നും ചോദിച്ചില്ലല്ലോ എന്നോർത്തത്. അമ്മയുടെ സാമീപ്യത്തിൽ നാം എല്ലാം മറന്നുപോകുന്നു. അമ്മയുടെ സാമീപ്യത്തിൽ ആത്മാനന്ദം നാം അനുഭവിക്കുന്നു. അപ്പോൾ സകല ദുഃഖങ്ങളും അപ്രത്യക്ഷമാവും. ഒരിക്കൽ അമ്മയുടെ ദർശനത്തിലെത്തിയ ഒരു വീട്ടമ്മ 3 മാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. 3 മാസം അമ്മ കുഞ്ഞിനെ തോളിൽ കിടത്തി അവരെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു. ആ വീട്ടമ്മ ദർശനത്തിന് ശേഷം കുഞ്ഞിനെ തിരിച്ചു വാങ്ങാതെ നടന്ന് നീങ്ങുന്നത് കണ്ട് അമ്മ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആ മോള് സമാധിയിലാണെന്ന് തോന്നുന്നു. അമ്മയെ കണ്ടപ്പോൾ എല്ലാം മറന്നു, സ്വന്തം കുഞ്ഞിനെ പോലും. ഒരിക്കൽ ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാൻ എന്ന് പറയുന്നത് പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി ചോദിച്ചു, അമ്മേ, ദിവസവും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അമ്മയെ കാണാൻ എത്തുന്നു, അമ്മയ്ക്ക് എങ്ങനെ അവരുടെ എല്ലാം മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കും? ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ അമ്മയെ കാണാൻ വരുന്നു.
അമ്മയ്ക്ക് എങ്ങനെ അവരുടെ എല്ലാം മനസ്സ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു? അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, അമ്മയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരില്ല, എല്ലാം അമ്മ തന്നെ. അപ്പോൾ പിന്നെ അവരുടെ എല്ലാം മനസ്സ് മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം? അന്നു തൊട്ടന്യമായി കാണാൻ കഴിഞ്ഞില്ല എല്ലാം എന്നാത്മാവെന്നോർത്തു. അന്നു തൊട്ടന്യമായി കാണാൻ കഴിഞ്ഞില്ല എല്ലാം എന്നാത്മാവെന്നോർത്തു എന്ന അമ്മയുടെ ആനന്ദവീതിയിലൂടെ എന്ന കവിതയിലെ വരികൾ എനിക്ക് ഓർമ്മ വന്നു എന്ന് വെച്ചാൽ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജിക്ക് ഓർമ്മ വന്നു. സകലതും താൻ തന്നെ എന്ന അദ്വൈത അനുഭവം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും അന്യമായി കാണാനാവില്ല. ഇത് നമ്മളേറെ മനസ്സിലാക്കണം. സകലതും താൻ തന്നെ എന്ന അദ്വൈത അനുഭവം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും അന്യമായി കാണാനാവില്ല. അത് ആണാണ്, അത് പെണ്ണാണ്, അത് കുഞ്ഞാണ്, അത് വലുതാണ്, അത് ബ്രാഹ്മണനാണ്, അത് ക്ഷത്രിയനാണ്, അത് വൈശ്യനാണ്, അത് ശൂദ്രനാണ്, അത് മുസൽമാനാണ്, അത് ക്രിസ്ത്യാനിയാണ്, അത് ഹിന്ദുവാണ് എന്ന ഭാവം വരില്ല. അതുകൊണ്ടാണ് രണ്ടാം ദിവസം നമ്മൾ വായിച്ച അമ്മയുടെ ചരിത്രത്തിൽ ഒരു കുഷ്ഠരോഗി വന്നപ്പോൾ ആ കുഷ്ഠരോഗിയെ നാക്കുകൊണ്ട് നക്കി ചലമെടുത്ത് മരുന്ന് കൊടുക്കുക. എന്ത് മരുന്ന്? ഭസ്മവും അയാളെയും ആലിംഗനവും. ആർക്ക് സാധിക്കും? 100 വർഷം കഴിയുമ്പോൾ ചരിത്രമായി മാറുന്ന കാര്യങ്ങളാണ്. 100 വർഷം വേണ്ട. പിന്നെ അതിനെ ഈ സമയത്ത് അംഗീകരിക്കാത്തവനല്ലേ നികൃഷ്ടൻ? ശങ്കരാചാര്യസ്വാമികൾ വരുന്നു, നേരെ വരുന്നു ചണ്ടാളനും പട്ടികളും. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു, മാറുന്നില്ല. ആ ചണ്ടാളൻ ചോദിച്ചു, ഏത് മാറണം പ്രഭോ? ശങ്കരാചാര്യർ കുഴഞ്ഞു. വീണ്ടും ചണ്ടാളൻ, ശരീരം മാറണോ ആത്മാവ് മാറണോ? ശങ്കരാചാര്യസ്വാമി കുഴഞ്ഞു. ചണ്ടാളൻ വീണ്ടും, ശരീരമാണ് മാറേണ്ടതെങ്കിൽ അവിടുത്തെ ശരീരവും അടിയന്റെ ശരീരവും ഒന്നല്ലേ? ആത്മാവാണ് മാറേണ്ടതെങ്കിൽ അവിടുത്തെ ശരീരത്തിൽ നിൽക്കുന്ന ആത്മാവ് തന്നെയല്ലേ അടിയന്റെ ശരീരത്തിലും? ഏത് മാറണം പറയൂ പ്രഭോ? അസാധാരണങ്ങളായ 3 ചോദ്യങ്ങൾ ചോദിച്ച ചണ്ടാളന്റെ നെറ്റിയിലേക്ക് സൂക്ഷിച്ചു നോക്കി ശങ്കരാചാര്യസ്വാമികൾ. ചന്ദ്രക്കല കണ്ടു, അവിടെ നമസ്കരിച്ചു. അടിയന്റെ ഉള്ളിലെ ജാതി ചിന്ത എന്ന അഹന്ത മാറാൻ ചണ്ടാളനായി അവതരിക്കേണ്ടി വന്ന പരമഗുരു അനുഗ്രഹിച്ചാലും അവിടെ ഇരുന്നു കൊണ്ട് എഴുതി മനീഷ പഞ്ചകം, 5 ശ്ലോകം, 4 വരികൾ വീതമുള്ള 5 ശ്ലോകം. എന്റെ ഗുരു. ഇതിനപ്പുറത്തൊക്കെ ഒരു ശാസ്ത്രം ഈ മണ്ണിൽ നമുക്ക് ഗുരുക്കന്മാരെ അംഗീകരിക്കാൻ വേണമോ പ്രിയപ്പെട്ടവരെ? ശ്രീനാരായണ ഗുരുദേവന്റെയും ശങ്കരാചാര്യ സ്വാമികളുടെയും ചട്ടമ്പി സ്വാമിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും വിവേകാനന്ദ സ്വാമിയുടെയും ഒക്കെ പാരമ്പര്യത്തിൽ നിന്ന് സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദ് ആചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര എന്ന കണ്ണിയിൽ ഇന്ന് തിളങ്ങി നമ്മോടൊപ്പം ജീവനോടെ ശരീരരൂപത്തിൽ നിൽക്കുന്ന ഗുരുവാണമ്മ. അത് ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ ഗുരുത്വമുള്ള ഒരു സമൂഹം വളരണം. ഏതെങ്കിലും ഒരു ഗുരുവിനെ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ അമ്മയെ ഗുരുവായി സ്വീകരിക്കാൻ സാധിക്കൂ. 24 ഗുരുക്കന്മാർക്കാണ് ഭാഗവതം ഇന്നും തിളങ്ങി നിൽക്കുന്നത്. യദുവിനോട് ദത്താത്രേയൻ എന്ന മഹാഋഷിവര്യൻ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് 24 ഗുരുക്കന്മാരുണ്ടെന്നാണ്. അന്നങ്ങനെയാണെങ്കിൽ ഈ കലിയുഗത്തിൽ നമ്മൾ ഗുരുക്കന്മാരെ ആശ്രയിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പരാജയത്തെക്കുറിച്ച് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ. അതുകൊണ്ടാണ് സ്വാമിജി മനസ്സിലാക്കി, സകലതും താൻ തന്നെ എന്ന അദ്വൈത അനുഭവം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും അന്യനായി കാണാൻ പറ്റില്ല. വേൾഡ് ഈസ് വൺ ഫാമിലി, വസുധൈവ കുടുംബകം. ലോകമേ തറവാട് നമുക്ക് ഈ ചെടികളും പുൽകളും പുഴുക്കളും കുടിത്തൻ കുടുംബക്കാർ ത്യാഗം എന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി. ഇതാണ് അമ്മ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ദർശനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വാമിജി എഴുതുന്നു, സകലതിലും കുടികൊള്ളുന്നത് ഈശ്വര ചൈതന്യമാണെന്ന സത്യം അനുഭവിച്ചവരാണ് മഹാത്മാക്കൾ. നമ്മെ ആ സത്യം ബോധ്യമാക്കാൻ എത്തിയ അവതാരമൂർത്തിയുടെ ലീലാവിലാസങ്ങൾ നേരിൽ കാണാൻ സാധിച്ചവരെല്ലാം സുഹൃതികളാണ്. ആധുനിക യുഗത്തിലെ യുവതലമുറയുടെ പ്രധാന പ്രശ്നമാണ് വിരസത. പ്രത്യേകിച്ച് ഹിന്ദു യുവാക്കൾക്ക് ഒരു പണിയുമില്ലെങ്കിലും ഈ വക കാര്യങ്ങളൊന്നും അവർ അന്വേഷിക്കാറില്ലല്ലോ. മറ്റ് 2 മതങ്ങളിലും അങ്ങനെയല്ല. എപ്പോഴും ബോറടിക്കുന്നത്രേ.
വിരസത കൂടുമ്പോൾ സ്വസ്ഥത കിട്ടാനായി ലഹരി വസ്തുക്കളെ ആശ്രയിക്കുന്നു, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. ഒരിക്കൽ ഒരു കൊച്ചു പെൺകുട്ടി അതിൻ്റെ മുത്തശ്ശിയോട് പറഞ്ഞത് കേൾക്കാനിടയായി. മുത്തശ്ശിക്ക് എങ്ങനെ ഇത്രയും വർഷം ഈ ലോകം കഴിഞ്ഞു? എനിക്ക് ഇപ്പോൾ തന്നെ ബോറടിച്ചു തുടങ്ങി. എന്താ സ്വാമിജി എഴുതുകയാണ്, ഒരു മുത്തശ്ശിയോട് കൊച്ചുമകൾ ചോദിക്കുകയാണ്, മുത്തശ്ശിക്ക് എങ്ങനെ ഇത്രയും വർഷം ഈ ലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞു? എനിക്കിപ്പോൾ തന്നെ ബോറടിച്ചു തുടങ്ങി. ഈ ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ ബോറടിപ്പിക്കുന്നവയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഏറ്റവും ആകർഷകമായി തോന്നുന്ന വസ്തു പോലും നാളെ നമ്മെ ബോറടിപ്പിക്കുമെന്ന് തീർച്ചയാണ്. ബോറടിപ്പിക്കാത്തതായി ഒന്നേ ഉള്ളൂ, അതാണ് ഈശ്വരൻ. ബോറടിപ്പിക്കാത്തതായി ഒന്നേ ഉള്ളൂ, അതാണ് ഈശ്വരൻ. പുരാതനം എന്ന് ഈശ്വരനെ ഋഷിമാർ നിർവചിച്ചത് എന്നും പുതിയത് എന്ന അർത്ഥത്തിലാണ്. അമ്മയുടെ അടുത്ത് വന്ന് ബോറടിച്ചു എന്ന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല, എത്ര സമയം നോക്കിയിരുന്നിട്ടും കൊതി തീരുന്നില്ല എന്നാണ് പറയാറുള്ളത്. വീണ്ടും 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 അമ്മയുടെ സാമീപ്യത്തിനായി എല്ലാവരും വെമ്പൽ കൊള്ളുന്നു. പ്രായഭേദമന്യേ സകലരും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അമ്മയുടെ അടുത്ത് എത്താൻ വ്യാകുലപ്പെടുന്നു. ഒരിക്കൽ അമ്മയുടെ വടക്കൻ കേരളത്തിൽ നടന്ന ഒരു സ്വീകരണ പരിപാടിക്ക് ശേഷം 10,000-കണക്കിൽ ആളുകൾ ദർശനത്തിനായി തടിച്ചുകൂടി. ഒരു പ്രാവശ്യം ദർശനത്തിന് വന്നവർ ദയവായി വീണ്ടും വരരുതേ എന്ന് സംഘാടകർ ഉച്ചഭാഷണിയിലൂടെ അറിയിച്ചുകൊണ്ടേയിരുന്നു. ദർശനം കിട്ടിയവർ വീണ്ടും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനായി പ്രത്യേകം ആളുകളെ നിയോഗിച്ചിരുന്നു. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഓരോ ഭക്തനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ദർശനം. ആ തിരക്കിനിടയിൽ ഒരാളുടെ ശിരസിൽ തട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു, എടാ കള്ള, എത്രാമത്തെ തവണയാണ്ടാ ഇത്? എന്നിട്ട് അമ്മ എല്ലാവരെയും നോക്കി ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മോൻ 3-ാമത്തെ തവണയാണ് ദർശനത്തിന് വരുന്നത്. അവന്റെ മനസ്സ് മുഴുവനും അമ്മയിലായി പോയി. 10,000-ങ്ങളുടെ ഇടയിൽ നിന്നും അമ്മ നമ്മളെ തിരിച്ചറിയുന്നു. ശരീരത്തെ മാത്രമല്ല, മനസ്സിലെ ഭാവനകൾ പോലും ബോറടിപ്പിക്കുന്ന സംസാരത്തിൽ നിന്നും പ്രേമപ്രവാഹിനിയെ തേടിയെത്തുന്നവർക്ക് തിരിച്ചു പോകാനുള്ള മനസ്സുണ്ടാകുന്നില്ല. ഒരു ദിവസം അമ്മ താമസിക്കുന്ന കെട്ടിടത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ നിൽക്കുമ്പോൾ ആശ്രമത്തിലെ ഒരു അന്തേവാസി അടുത്തു വന്ന് ചോദിച്ചു, സ്വാമി എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, അമ്മയെ കാണാൻ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, സ്വാമി വിദേശയാത്രാ സമയത്ത് അമ്മയോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. ബ്രഹ്മചാരിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, ആ ബ്രഹ്മചാരിക്ക് കുറെ മാസങ്ങളായി അമ്മയുടെ അടുത്ത് പോകാൻ സാധിച്ചിട്ടില്ല. അമ്മയുടെ കൂടെ വിദേശത്തുണ്ടായിരുന്നിട്ടും അമ്മയെ വീണ്ടും കാണുമ്പോൾ ആദ്യമായി കാണുമ്പോഴുണ്ടായ ആവേശം എന്നും പുതിയത് എന്ന് ഋഷിമാർ പറഞ്ഞത് വെറുതെ അല്ലല്ലോ എന്നോർത്തു പോകുന്നു. പിന്നീട് വന്ന മക്കൾക്ക് വേണ്ടി ആദ്യം വന്നവർ മാറിക്കൊടുക്കേണ്ടതാണെന്ന് ഇടയ്ക്കിടെ ഓർമ്മ വരും. അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സ് വേദനിക്കാതിരിക്കാനാവും അമ്മ പല ഉത്തരവാദിത്വങ്ങൾ സമ്മാനിച്ചത്. അപ്പോൾ പിന്നെ വേദനിക്കാനും നേരം കിട്ടില്ലല്ലോ. ശാരീരികമായി അകന്നു നിൽക്കുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ വേദനിപ്പിക്കുന്നെങ്കിൽ ആ വേദനയുടെ മാധുര്യം പ്രപഞ്ചബോധത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള സിദ്ധ ഔഷധമായി തീരുന്നു എന്നതാണ് സത്യം. ഗുരുവിനോട് പ്രേമമുള്ളവന് വിരക്തി തനിയെ ഉണ്ടാവും. വലിയ വാക്കാണത്. ഗുരുവിനോട് പ്രേമമുള്ളവന് വിരക്തി തനിയെ ഉണ്ടാവും. പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനും അവനെ ആകർഷിക്കാൻ സാധിക്കില്ല. ഗുരുവിന്റെ പാദകമലങ്ങളെ മാത്രം ആശ്രയിക്കുന്ന അവനിലേക്ക് ആ അനന്ത കാരുണ്യമൂർത്തി കൃപാവർഷം ചൊരിയുക തന്നെ ചെയ്യും. അമ്മയുടെ സാമീപ്യത്തിനായി എന്ത് ത്യാഗം സഹിക്കാനും നാം തയ്യാറാകുന്നു. നമ്മിലെ ദിവ്യ ഗുണങ്ങൾ ഉണരുന്നു എന്നതിൻ്റെ തെളിവാണത്. അമ്മയുടെ ദർശനത്തിനായി അനേകം മണിക്കൂറുകൾ കൊടും മഴയിലും വെയിലിലും ക്യൂ നിൽക്കാൻ ജനസഹസ്രങ്ങൾ തയ്യാറാകുന്നത് നാം കാണുന്നുണ്ട്. പ്രായഭേദമന്യേ സകലരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഈ അവതാരമൂർത്തി ജഗദീശ്വരി തന്നെയാണെന്നുള്ളതിന് മറ്റ് തെളിവുകളൊന്നും ആവശ്യമില്ല. അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് സ്വാമിജി. ജഗദീശ്വരി തന്നെയാണെന്നുള്ളതിന്
വേറെ തെളിവുകളൊന്നും ആവശ്യമില്ല. ഏതാനും വർഷം മുമ്പ് അമ്മയുടെ വിദേശയാത്രാ വേളയിൽ നടന്ന ഒരു സംഭവം ഓർമ്മയിൽ വരുന്നു. സ്വിറ്റ്സർലൻഡിൽ ഷൈബാൻ നാൽവ് എന്ന സ്ഥലത്ത് അമ്മ എത്തിച്ചേർന്നു. സ്വിറ്റ്സർലൻഡില് ഷൈബ നാൽവ് എന്ന സ്ഥലത്ത് അമ്മ എത്തിച്ചേർന്നു. സമയം സന്ധ്യ. സമയം ഇത് അപൂർവ സായാഹ്നമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അമ്മ എത്തിയ ദിവസം പരിപാടികളൊന്നുമില്ല. 4 ദിവസം അവിടെ താമസിച്ച് പരിപാടികളിൽ പങ്കുകൊള്ളാനായി ആയിരക്കണക്കിന് ആളുകൾ നേരത്തെ തന്നെ എത്തിയിരുന്നു. മുറികൾ കിട്ടാത്തവർ പുറത്ത് ചെറിയ ടെന്റുകൾ തയ്യാറാക്കി കഴിഞ്ഞു. അമ്മ മാതായേ എന്ന ഭജന പാടിക്കൊണ്ട് ഭക്തജനങ്ങൾ അമ്മയെ സ്വീകരിച്ചു. അമ്മ ഭക്തരുടെ ഇടയിലൂടെ നടന്ന് അവരുടെ ശിരസ്സുകളിലും കൈകളിലും സ്പർശിച്ചുകൊണ്ട് ഒരു മിന്നൽ ദർശനം നൽകി എല്ലാവരെയും സന്തോഷിപ്പിച്ചു. എല്ലാവരെയും നോക്കി തൊഴുകയോടെ നമഃശിവായ ഉച്ചത്തിൽ പറഞ്ഞ ശേഷം താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് നടന്നു. എല്ലാവരെയും നോക്കി തൊഴുകയോടെ നമഃശിവായ ഉച്ചത്തിൽ പറഞ്ഞ ശേഷം താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് നടന്നു. അമ്മയ്ക്ക് താമസിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ 2 നില കെട്ടിടം. മുറിക്കുള്ളിൽ കയറിയ ശേഷം അമ്മ പറഞ്ഞു, ആരോ മുറിക്കുള്ളിൽ ഉള്ളതായി തോന്നുന്നു. അമ്മയുടെ ശിഷ്യയായ സ്വാമിനി എല്ലായിടത്തും ശ്രദ്ധിച്ചു നോക്കി. ആരെയും കണ്ടില്ല. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞു കാണും. അമ്മ മുറിയുടെ ഭിത്തിയെയും ജനാലയെയും ആവരണം ചെയ്യുന്ന കർട്ടൻ ഒന്ന് മാറ്റി നോക്കി. അവിടെ അലമാരയുടെയും ജനാലയുടെയും ഇടയിലുള്ള സ്ഥലത്തൊരു പെൺകുട്ടി തേങ്ങിക്കരയുന്നു. 10 വയസ്സിൽ താഴെ മാത്രം പ്രായം, വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. അമ്മ അടുത്ത് ചെന്നപ്പോൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അമ്മ കുറേ സമയം കുട്ടിയെ മടിയിൽ കിടത്തി ആശ്വസിപ്പിച്ചു. കരച്ചിലടങ്ങിയപ്പോൾ അമ്മ ചോദിച്ചു, മോൾ എന്തിനാ ഇവിടെ നിന്നത്? അപ്പോൾ കുട്ടി പറഞ്ഞു, അമ്മയെ കാണാൻ. ദർശനത്തിന് നാളെ അമ്മ വരുന്നത് വരെ കാത്തിരിക്കാൻ വയ്യ. അതുകൊണ്ട് അമ്മ വരുന്നതിന് മുൻപ് ഈ മുറിയിൽ കയറി ഞാൻ ഒളിച്ചിരുന്നു. അപ്പോൾ മണിക്കൂറുകളോളം ഈ കുട്ടി അമ്മയുടെ മുറിയിൽ ചലനമില്ലാതെ ശബ്ദമുണ്ടാക്കാതെ നിന്നിട്ടുണ്ടാവണം. 3 ദിവസം യമദേവനെ കാണാൻ കാത്തുനിന്ന നചികേതസിന് കിട്ടിയ വരങ്ങൾ പോലെ അമ്മയുടെ പ്രേമവർഷം ആ കൊച്ചു ബാലികയുടെ പിഞ്ചു മനസ്സിനെ സംസാരമുക്തമാക്കിയിട്ടുണ്ടാവണം. സ്വാമിജി എഴുതിയിരിക്കുന്നത് എന്തൊരു നല്ല ഉദാഹരണമാണ്. നചികേതസിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഉപനിഷത്തിൽ തിളങ്ങി നിൽക്കുകയാണ്. 3 ദിവസം യമദേവനെ കാണാൻ കാത്തുനിന്ന നചികേതസിനോടാണ് ആ കുട്ടിയെ സ്വാമിജി ഉപമിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പരമോന്നതമായ താതാത്മ്യപ്രാപ്തിയാണ് ആ തുലനാവസ്ഥ. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് എല്ലാ അനുഗ്രഹവും കിട്ടിയിട്ടുണ്ടാവണം. പ്രപഞ്ചത്തിലെ സകലത്തിനും ആത്മസ്വരൂപനായ ഈശ്വരനെ ദർശിച്ചവരാണ് മഹാത്മാക്കൾ. എല്ലാത്തിലും ഈശ്വരനെ കാണുക. പ്രപഞ്ചം മുഴുവനും തന്നിലാണെന്നറിഞ്ഞവരാണവർ. തന്നിൽ നിന്ന് ഭിന്നമായി യാതൊന്നുമില്ലെന്ന് അനുഭവിക്കുന്നവരാണവർ. അതുകൊണ്ട് സമസ്ത ജീവരാശികളെയും സ്വന്തമായി കാണാനും സ്നേഹിക്കാനും അവർക്ക് സാധിക്കുന്നു. ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ തിരിച്ചെത്തിയപ്പോൾ പത്രക്കാർ ചോദിച്ചു അത്രേ, ചന്ദ്രനിലെത്തിയ ശേഷം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ മനസ്സിൽ തോന്നിയ ആദ്യത്തെ ചിന്ത എന്തായിരുന്നു? ചന്ദ്രനിലെത്തിയ ശേഷം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ മനസ്സിൽ തോന്നിയ ആദ്യത്തെ ചിന്ത എന്തായിരുന്നു? അവരുടെ ഉത്തരങ്ങൾ ഒരുപോലെയായിരുന്നു. ഭൂമിയിൽ നിന്ന് കാണുന്ന പൂർണ്ണചന്ദ്രനേക്കാൾ 10 മടങ്ങ് വലിപ്പത്തില് നീലപ്രകാശത്തോടെ ഉദിച്ചുയർന്നു നിൽക്കുന്ന ഭൂമിയെ കണ്ടപ്പോ എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, എൻ്റെ രാജ്യം അതൊന്നും ഓർമ്മയിൽ വന്നില്ല. ആദ്യമായുണ്ടായ ചിന്ത, എൻ്റെ ഭൂമി എത്ര മനോഹരമാണ്. ഓ, എൻ്റെ ഭൂമി എത്ര മനോഹരമാണ്. ഉയരങ്ങളിലെത്തിയപ്പോൾ ഭൂമി മുഴുവൻ എൻ്റേതെന്ന ചിന്ത ഉണ്ടായി. ദിവ്യ അനുഭൂതിയുടെ ഉയർന്ന തലത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റേത് എന്ന ചിന്ത ഉണ്ടാവും. സുന്ദരമായ വിശേഷണം.
തന്നിൽ നിന്നും ഭിന്നമായി യാതൊന്നുമില്ലെന്ന പരമസത്യം സാക്ഷാത്കരിച്ചവരാണ് അമ്മയെ പോലെയുള്ള മഹാത്മാക്കൾ. അമ്മയെ പൂർണ്ണമായി ആശ്രയിക്കുക. ലോകത്തിൽ മറ്റെങ്ങു നിന്നും നേടാനാവാത്തത് നമുക്ക് ഗുരുവിൽ നിന്ന് ലഭിക്കും. സ്വാമിജിയുടെ ഒരു ആഹ്വാനവും കൂടിയാണത്. അമ്മയെ പൂർണ്ണമായി ആശ്രയിക്കുക. ലോകത്തിൽ മറ്റെങ്ങു നിന്നും നേടാനാവാത്തത് നമുക്ക് ഗുരുവിൽ നിന്ന് ലഭിക്കും. ലോകത്തിൽ നിന്നും നേടുന്നതൊന്നും ശാശ്വതമല്ല. നമുക്ക് അർഹതയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭൗതിക സൗഭാഗ്യങ്ങൾ സമ്മാനിക്കാൻ ഗുരുവിന് സാധിക്കും. പരമമായ സത്യം. സ്വാമിജി എഴുതുകയാണ്, ലോകത്തിൽ നിന്നും നേടുന്നതൊന്നും ശാശ്വതമല്ല. നമുക്ക് അർഹതയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭൗതിക സൗഭാഗ്യങ്ങൾ സമ്മാനിക്കാൻ ഗുരുവിന് സാധിക്കും. ആധ്യാത്മിക അനുഭൂതി അർഹതയില്ലാതെ ഗുരുവിന് തരാനാവില്ല. ആധ്യാത്മിക അനുഭൂതി അർഹതയില്ലാതെ ഗുരുവിന് തരാനാവില്ല. അത് തരേണ്ടതല്ല, ഗുരുവിൽ നിന്നും എടുക്കേണ്ടതാണ്. ഓ, സുന്ദരമായ പ്രയോഗം. അത് തരേണ്ടതല്ല, ഗുരുവിൽ നിന്ന് എടുക്കേണ്ടതാണ്. ഗുരുവിൻ്റെ കൃപാവർഷം എപ്പോഴുമുണ്ട്. അത് സ്വീകരിക്കാൻ നാം നമ്മെ തയ്യാറാക്കുക. ഗുരുവിൻ്റെ കൃപാവർഷം എപ്പോഴുമുണ്ട്. അത് സ്വീകരിക്കാൻ നാം നമ്മെ തയ്യാറാക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി ആ അധ്യായം പൂർത്തീകരിക്കുന്നത്. നാളെ 10-ാം അധ്യായം നിത്യസ്വാതന്ത്ര്യത്തിൻ്റെ നിർവൃതി എന്ന ഭാഗം നമുക്ക് പറയാനും കേൾക്കാനും അമ്മ അനുവദിക്കട്ടെ. തിരുമേനി തൃപ്പാദങ്ങൾ അനുവദിക്കട്ടെ. ഗുരു പരമ്പര അനുവദിക്കട്ടെ. ചന്ദ്രനിൽ പോയ കാര്യം ഉദാഹരണമായി സ്വാമിജി എഴുതാൻ കാരണം, സ്വാമിജിയും സയന്റിസ്റ്റ് ആകാൻ പഠിച്ചയാളാണ്. ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാംഗ്ലൂരിൽ സ്വാമിജി ചെന്നാണ്. അവരൊക്കെ അമ്മയിലെല്ലാം കാണുന്നു. അവരൊക്കെ ശ്രേഷ്ഠർ. അവരൊക്കെ എഴുതിയതിലൂടെ മനസ്സിലാക്കി നമ്മുടെ ഒരടുത്ത തലമുറ ഗുരുക്കന്മാരെ പഠിക്കണം, അറിയണം, ആദരിക്കണം, സ്നേഹിക്കണം എന്ന് പ്രാർത്ഥിക്കാനാണ് ഈ ഒരു സത്സംഗം എന്ന് നമ്മുടെ ഭാഗവത കുടുംബത്തിലെയും അമ്മയുടെ കുടുംബത്തിലെയും അങ്ങനെ ലോക കുടുംബത്തിലെയും അംഗങ്ങൾ എല്ലാം മനസ്സിലാക്കിയാൽ പ്രപഞ്ചത്തിൽ ഒരു ദുരന്തവും ദുരിതവും ഉണ്ടാവില്ല. ഈ വന്നതൊക്കെ മാറും. കാലം വരുത്തുന്നതാണ്. ഗുരുത്വമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ പ്രകൃതി പോലും അത്ഭുതപ്പെട്ട് നിൽക്കുന്നതിന് ഉത്തരവാദി നമ്മൾ ആരുമല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ആ മഹാഗുരുത്വത്തിലേക്ക് ഉയരാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ ഗുരുവിലൂടെ സാധിക്കുന്നെങ്കിൽ അതൊരു വലിയ കർമ്മമാണ്. ഇന്ന് ഈ ചിങ്ങമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഉത്രം നക്ഷത്രം, ഉത്രം അതും വിജയപ്രദം എന്ന രാമായണത്തിലുണ്ട്. തൃതീയ, നാളെ വിനായക ചതുർത്ഥി, ഇനി അത്തം, പത്തോണം, ജന്മാഷ്ടമി. ആ ചിങ്ങമാസത്തിൽ നമുക്ക് കഴിഞ്ഞ 5 ദിവസമായി ലോകഗുരുവായ സദ്ഗുരുമാതാ അമൃതാനന്ദമയി ദേവി തൃപാദങ്ങളുടെ ചരിതത്തിലൂടെ ഈ 1 മണിക്കൂർ എല്ലാ ദിവസവും നമുക്ക് അനുവദിച്ചു തരണമേ എന്ന് ജഗന്മാതാവിനോട് പ്രാർത്ഥിക്കാം. ആ ജഗന്മാതാവ് തന്നെ അമ്മ എന്ന് പറഞ്ഞവരാരും നിസ്സാരക്കാരല്ല എന്നുകൂടി ഓർക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഇന്നത്തെ ഈ ദിവസം എത്തിച്ചേർന്ന എല്ലാ പുണ്യാത്മാക്കളെയും നമസ്കരിക്കുന്നു. നാളെയും നമുക്ക് വീണ്ടും വിനായക ചതുർത്ഥി ദിവസം എല്ലാ വിഘ്നങ്ങളും മാറ്റി ആ ഗണപതി ഹോമകുണ്ടത്തിൻ്റെ ആ വലിയ അഗ്നിയിലിടുന്ന തൊണ്ടും ചിരട്ടയും വിറകുമൊക്കെ കത്തിക്കരിഞ്ഞ് ഭസ്മമാകുന്നത് പോലെ നമ്മുടെ ദുരന്ത ദുരിത ദുഃഖ ദാരിദ്ര്യങ്ങളൊക്കെ കത്തിക്കരിച്ച് ഭസ്മമാക്കി നെറ്റിയിൽ തൊടുന്ന പ്രസാദമാക്കി തരണമേ എന്ന് അമ്മയോടും പ്രാർത്ഥിച്ചുകൊണ്ട് അവതാര ദർശനത്തിന് ഈ ഭൂമിയിലേക്ക് എത്തിച്ചേർന്ന അമ്മ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ശാശ്വതമായ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ശക്തിയും ഭക്തിയും ബുദ്ധിയും ശ്രദ്ധയും ഒക്കെ നൽകണമേ എന്ന് ആ പാദകമലങ്ങളിൽ താണു വീണ് നമസ്കരിച്ചുകൊണ്ട് നാമജപത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ മഹത്തായ യജ്ഞം സമർപ്പിക്കാം. ഭാഗവത കുടുംബത്തിലെ എല്ലാവരും എത്തിച്ചേർന്നു എന്നത് വലിയ സന്തോഷം മരുളുന്നു. എല്ലാവരുടെയും സാന്നിധ്യത്തിന് നമസ്കാരം. അമ്മയുടെ കുടുംബവും ഭാഗവത കുടുംബവും എല്ലാം ഒന്ന് തന്നെ. തിരുമേനി അംഗീകരിച്ച
തിരുമേനി മനസ്സിലാക്കിയ മഹാഗുരുവാണ് അമ്മ എന്നുകൂടി നമുക്ക് ഐശ്വര്യം പകരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് നാമം ജപിച്ച് നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് ചേരാൻ ഇടയാവണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവേഷാം സ്വസ്തിർഭവതോ സർവേഷാം ശാന്തിർഭവതോ സർവേഷാം പൂർണ്ണം ഭവതോ സർവേഷാം മംഗളം ഭവതോ. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സത്യമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ ശ്രീ ലക്ഷ്മീനാരായണായേതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതി മഹാദേവായേതി സമർപ്പയാമി. സർവം 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 ശ്രീ അമ്മ അമൃതാനന്ദമയി തൃപാദങ്ങളേതി സമർപ്പയാമി. സർവം 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 ശ്രീ മള്ളിയോർ പൊന്നുതിരുമേനി തൃപാദങ്ങളേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവാ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.